ഈ പെസോയുടെ ആക്ടിവിറ്റീസിൽ എന്തൊക്കെ തരം സംഗതികൾ വരുന്നത്? പെട്രോളിയം വരുന്നുണ്ട്, എക്സ്പ്ലോസീവ് വരുന്നത്, എന്തൊക്കെയാണ് അവരുടെ കീഴിൽ വരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പെസോ ഈസ് എ 128 ഓർഗനൈസേഷൻ. പെസോ ഈസ് ദ റെഗുലേറ്റർ ഓഫ് എക്സ്പ്ലോസീവ് ആക്ട്. പെസോ ഈസ് ദ റെഗുലേറ്റർ ഓഫ് പെട്രോളിയം ആക്ട്. അതിൻ്റെ കീഴിൽ വരുന്ന റൂൾസാണ്. എക്സ്പ്ലോസീവ് ആക്ടിൻ്റെ കീഴിൽ വരുന്നതാണ് കോറികൾ, മൈനുകൾ, എക്സ്പ്ലോസീവ് ഫാക്ടറികൾ, പടക്കം, വെടിക്കെട്ട്, അങ്ങനെയുള്ളത്. അത് എക്സ്പ്ലോസീവ് ആക്ടിൽ. എക്സ്പ്ലോസീവ് ആക്ടിൽ വേറെ റൂളുണ്ട്, അതായത് ഗ്യാസ് സിലിണ്ടർ. അതായത് താങ്കളുടെ വീട്ടിൽ കിട്ടുന്ന സിലിണ്ടർ, അതിൻ്റെ കൺസ്ട്രക്ഷൻ അപ്രൂവൽ പെസോയാണ്, മാനുഫാക്ചറിങ് പെസോയാണ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ഏജൻസീസും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം പെസോയിൽ റിപ്പോർട്ട് ചെയ്യുന്ന പെസോയുടെ ലൈസൻസിലാണ്. അപ്പോൾ പെസോ ഈസ് ഹാവിങ് അതിൽ ഗ്യാസ് സിലിണ്ടർ. പിന്നെ പ്രഷർ വെസൽസ്. പ്രഷർ വെസൽസ് എന്ന് പറഞ്ഞാൽ വാതകങ്ങൾ സൂക്ഷിക്കുന്ന വലിയ വെസലുകളാണ്. 1000 ലിറ്റർ കൂടുതൽ വരുന്നതെല്ലാം പ്രഷർ വെസലാണ്. അത് വരുന്നത് നിങ്ങൾ നേരിട്ട് കാണുന്നതാണ്. മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഓക്സിജൻ്റെ വെസൽ കാണാറുണ്ട്. അതാണ് അത്. പിന്നെ LPG ബോട്ടിലിംഗ് പ്ലാന്റിൽ LPG നിറച്ചിട്ട് വിതരണം ചെയ്യുമ്പോൾ അത് ഈ വലിയ വെസലുകളിലാണ് നിറയ്ക്കുന്നത്. പിന്നെ അത് SMPV റൂൾസ് എന്ന് പറയും, സ്റ്റാറ്റിക് ആൻഡ് മൊബൈൽ പ്രഷർ വെസൽ. അതും എക്സ്പ്ലോസീവ് ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ എക്സ്പ്ലോസീവ് ആക്ടിൻ്റെ കീഴിൽ എക്സ്പ്ലോസീവ് റൂള്, ഗ്യാസ് സിലിണ്ടർ റൂള്, SMPV സ്റ്റാറ്റിക് ആൻഡ് മൊബൈൽ പ്രഷർ വെസൽ റൂള്. പിന്നെ പെട്രോളിയം ആക്ടിൻ്റെ കീഴിൽ പെട്രോളിയം റൂള്. അതിൽ വരുന്നത് പെട്രോൾ പമ്പുകൾ, റിഫൈനറികൾ, ക്രോസ് കൺട്രി പൈപ്പ് ലൈന്, കെറസിൻ, മണ്ണെണ്ണ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അതെല്ലാം പെട്രോളിയം റൂൾസിൽ വരും. പിന്നെ ഒരു ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെടാത്ത സാധനങ്ങൾ ഇൻഫ്ലേമബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിൽ ചില കെമിക്കലുകൾ, അതും ഇൻഫ്ലേമബിൾ സബ്സ്റ്റൻസ് ആക്ട്. പിന്നെ അമോണിയം നൈട്രേറ്റ്. അമോണിയം നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം ഈ ഇടയ്ക്ക് വലിയൊരു ആക്സിഡൻറ്റ് എബ്രോഡൊക്കെ ഉണ്ടായിട്ടുണ്ട്. അമോണിയം നൈട്രേറ്റിൻ്റെ ഉപയോഗം കോറികളിലും ഉണ്ട്. പിന്നെ അമോണിയം നൈട്രേറ്റ് ചില നൈട്രിക് ഓക്സൈഡ് പോലുള്ള നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന് വേണ്ടിയിട്ട്, നൈട്രിക് ഓക്സൈഡ് ഗ്യാസ് അനസ്തീഷ്യയ്ക്ക് ഉപയോഗിക്കും. അതിനുള്ള ഗ്യാസ് ഉണ്ടാക്കണമെങ്കിൽ അമോണിയം നൈട്രേറ്റ് ആണ് വൺ ഓഫ് ദി കെമിക്കൽ വിച്ച് ഈസ് നീഡഡ്. അതിന് വേണ്ടിയിട്ടുള്ളതും ഉണ്ടാവും. അപ്പം പെസോ ഈസ് എ ഡൈവേഴ്സ് ആൻഡ് പല അറിയപ്പെടാത്ത ഒരു ഓർഗനൈസേഷനാണ്. വളരെ സൈലന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന, ആർക്കും വലിയ പരിചയമില്ലാത്ത ഒരു ഓർഗനൈസേഷൻ. വി ആർ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ബട്ട് മാസ്റ്റർ ഓഫ് നൺ എന്ന് നമ്മൾ പറയും. അങ്ങനെ ഒരു ഓർഗനൈസേഷനാണ് പെസോ. നല്ലൊരു ഓർഗനൈസേഷൻ വിത്ത് ലോട്ട് ഓഫ് കെമിക്കൽ എഞ്ചിനീയേഴ്സ് വർക്കിംഗ് ഇൻ ഇറ്റ്. MSc കെമിസ്ട്രി അല്ല, കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്ട്രിയുടെ കീഴിലാണ് പെസോ വരുന്നത്. ദാറ്റ് ഈസ് എ ഡിഫറെൻ്റ്ലി, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഹോം മിനിസ്ട്രി അല്ല, പെട്രോളിയം അല്ല, അതല്ല, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് അത് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വിഭിന്നമായ പലത്. പിന്നെ ഗവൺമെൻറ്റിന് എന്ത് അഡ്വൈസ് വേണമെങ്കിലും ഗവൺമെൻറ് പെസോയോടാ ചോദിക്കുക. എക്സ്പ്ലോസീവ്സിനെ സംബന്ധിച്ച് ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും അവർക്ക് ഒരു ഇത് വേണമെങ്കിൽ. അതുകൊണ്ടാണ് മരട് പൊളിക്കാനായിട്ട്. അത് ഞാൻ ചോദിക്കാൻ വിചാരിച്ചത്. അത് നമ്മളൊക്കെ ആദ്യമായിട്ടും അവസാനമായിട്ടും കണ്ടിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ, ഭയങ്കര സേഫ് ആയിട്ട് ചെയ്ത ലൈവ് കണ്ടോണ്ടിരുന്നിരുന്ന ഒരു സംഗതിയും കൂടിയിട്ടാ. അതിന്റെ നേതൃത്വം കൊടുത്തിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ എങ്ങനെയായിരുന്നു അത് എക്സിക്യൂട്ട് ചെയ്തത്? അതിലേക്ക് വന്നത് എങ്ങനെയാണ്? അതെ, ആദ്യം വന്നത് പറയുകയാണെങ്കിൽ അന്നത്തെ ഇതിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് അപ്പോയിന്റഡ് ഒരു സ്നേഹിൽ കുമാർ സിംഗ് IAS ആസ് ദി നോഡൽ ഓഫീസർ. അന്ന് ഡിസ്ട്രിക്ട് കളക്ടറും ഇവരെന്നെ വിളിക്കുകയാണ്, ഇതുപോലെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ച് ഇത് ഡിമോളിഷ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് പെസോ അതിന് സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര വർക്ക് ലോഡാണ്. എനിക്ക് 2-3 ഓഫീസേഴ്സേ അന്ന് എൻ്റെ കൂടെ ഉള്ളൂ. അപ്പം ഞങ്ങൾ പരമാവധി ഇങ്ങനെയുള്ളതെല്ലാം ഒഴിഞ്ഞു മാറും. അപ്പോൾ ഇവർ ഒത്തിരി കമ്പൽ ചെയ്തെങ്കിലും ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ കോൺട്രാക്ടേഴ്സിനെ വെച്ച് ചെയ്തോളൂ, നമുക്ക് എക്സ്പ്ലോസീവ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അതിനകത്ത് വരേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറി. ബട്ട് ദേ കമ്പൽഡ് അഗെയിൻ. ദേ വാണ്ടഡ് മീ ടു അറ്റൻഡ് വൺ മീറ്റിംഗ്. അപ്പം ഞാൻ പോയി. ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്ര ശരിയാവില്ല, നമ്മുടെ ഒരു കൺട്രോൾ അതിനകത്ത് വരണം. ബിക്കോസ് ആസ് ദ റെഗുലേറ്റർ ഓഫ് എക്സ്പ്ലോസീവ്സ്, ബിക്കോസ് ദ മെയിൻ യൂസ് ഈസ് എക്സ്പ്ലോസീവ്സ്. ഇതെല്ലാം പൊളിക്കാൻ 16 നില മുകളിലുള്ള ബിൽഡിംഗാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ അന്നേരം അപ്പം I wrote to the chief controller of explosives whether we are now. So he wrote back to me and said you can take a decision on that. Okay. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എക്സ്പ്ലോസീവ് ഉപയോഗിക്കുകയാണ്, അതും നമ്മുടെ തന്നെ ഇന്ത്യയിലെ. അപ്പോൾ ആസ് എ നോഡൽ ഓഫീസർ ഓഫ് ദി പെസോ I joined the team as a. അപ്പോൾ അങ്ങനെയാണ് തീരുമാനിച്ചത്.
അപ്പോൾ അതിനൊരു ടാർഗറ്റ് ഡേറ്റ് ഉണ്ട്, സുപ്രീം കോടതിയുടെ 3 മാസം കൊണ്ട് തീർക്കണം എന്നുള്ളതായിരുന്നു. അതൊരു വലിയ ചലഞ്ചിങ് പ്രൊപ്പോസിഷൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് വരുന്ന എക്സ്പ്ലോസീവ്സിൻ്റെ ഉപയോഗമാണ്. അപ്പോൾ ഇവർ ആദ്യം കമ്മിറ്റി ഡിസൈഡഡ് ടു ഗീവ് ടു 2 people, വൺ ബേസ്ഡ് ഇൻ ബോംബെ, ദാറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ എ സൗത്ത് ആഫ്രിക്കൻ കമ്പനി. അവരായിരുന്നു അതിൻ്റെ വൺ കമ്പനി ബേസ്ഡ് അറ്റ് ജയ്പൂർ, രാജസ്ഥാനിലുള്ള. അവരൊരു മൈനിങ് എഞ്ചിനീയറാണ് അതിൻ്റെ ആൾക്കാർ. ദേ ആർ എക്സ്പേർട്സ് ഇൻ ദിസ് വൺ. അപ്പോൾ അവരെയാണ് നമ്മൾ ഫൈനലായിട്ട് അതിൽ തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ഐ മെയ്ഡ് ഓൺലി വൺ ഡിമാൻഡ് ദാറ്റ് ദ എക്സ്പ്ലോസീവ് യൂസ്ഡ് ഹിയർ ഷുഡ് ബി ഇന്ത്യൻ. ഫോറിൻ ആണ്, എനിക്ക് അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ അറിയില്ല, അപ്പോൾ അത് നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ ദേ സെഡ് വി വിൽ യൂസ് ഓൺലി ഇന്ത്യൻ എക്സ്പ്ലോസീവ്സ്. അത് നമ്മൾ തീരുമാനം, അത് എങ്ങനെ പ്രൊക്യൂർ ചെയ്യുന്നതായി അതിൻ്റെ ഒരു തീരുമാനം. അപ്പോൾ I said that is we are the regulator of all that things. So we said that I will take care. Don't worry about it. We will tell to whom to contact and other things. അപ്പോൾ അതിലൊരു ഡിലേഡ് ഉണ്ട്. ഇത് ഓരോന്ന് പൊട്ടുന്നതും കുറച്ച് ഡിലേയിലാണ്. നിങ്ങൾ കാണുന്ന മുകളിൽ നിന്നാണ്, നിങ്ങൾ വീഡിയോയിലെല്ലാം കാണുന്ന ആദ്യം മുകൾ വശം വരും. അങ്ങനെയല്ല, താഴെ നിന്നാണ്, താഴെ ഇരുത്തുകയാണത്. താഴെ നിന്നാണ് ഇത് പൊട്ടി വരുന്നത്. ബോട്ടം ആണ് നമ്മൾ ആദ്യം ഇരുത്തുക. അപ്പം നമ്മുടെ ഫുട് പ്രിന്റിലേക്ക് അത് വരണം. അതാണ് നമ്മുടെ. അപ്പം ഈ ഓരോ 16 നിലയിൽ ആദ്യം ഫസ്റ്റ് വി ഡിസൈഡഡ് ടു ദാറ്റ് ഈ റിമൂവ് ചെയ്യാവുന്ന എല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്യും, അതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ അത് തെറിക്കാതിരിക്കാനായിട്ട്. അതുപോലെ അങ്ങനെയുള്ള വയറിങ് മുഴുവൻ മാറ്റി, ലിഫ്റ്റ് എല്ലാം എടുത്തു മാറ്റി, അങ്ങനെ ഓരോ സാധനങ്ങളും സ്കെൽട്ടൺ ആക്കി. അത് തന്നെ, കറക്റ്റ്, യു സെഡ് ഇറ്റ്. അതിനെ സ്കെൽട്ടൺ ആക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഇവരോട് അവരുടെ എക്സ്പ്ലോസീവ്സ് എത്ര വേണമെന്ന് അതിൻ്റെ കാൽക്കുലേഷൻ തരാൻ പറഞ്ഞു. അപ്പം അന്നത്തെ അവിടെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഉണ്ടായിരുന്നു, അനിൽ ജോസഫ് എന്നോ മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഈ ബിൽഡിംഗ് എല്ലാം സ്ട്രക്ചറൽ എഞ്ചിനീയറിങ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ ഡ്രോയിങ്ങും ഇവർക്ക് കൊടുക്കാൻ പറഞ്ഞു, ഉപയോഗിക്കുന്നവർക്ക്. അങ്ങനെ അദ്ദേഹം അവരുമായിട്ടിരുന്ന് അതിൻ്റെ സ്ട്രക്ചറൽ ലോഡ് എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എക്സ്പ്ലോസീവ്സിൻ്റെ കാൽക്കുലേഷൻ ഞങ്ങൾക്ക് തരാൻ പറഞ്ഞു. അപ്പം ഞങ്ങളത് വെരിഫൈ ചെയ്തു, ഓരോന്നും വേണ്ടത്. അതിൽ ചില ഡിലേ എലിമെൻറ്റ്സ് കിട്ടാനായിട്ട് പാടായിരുന്നു. അപ്പോൾ നാഗ്പൂരിലുള്ളൊരു കമ്പനിയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ട് ആ ഡിലേ, അപ്പോൾ അവർ പറയും ഇത് മാത്രമായിട്ട് ഞങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്യാൻ ബുദ്ധിമുട്ട്, ഞങ്ങൾ എക്കണോമിക്. അപ്പോൾ പിന്നെ നമ്മുടെ ഭാഷകൾ മാറ്റം വരും. യു ഹാവ് ടു മാനുഫാക്ചർ. അപ്പോൾ അവർ നമ്മൾ റെസ്പെക്ട് ചെയ്യും നമുക്ക്, കാരണം വി ഹാവ് ടു സേ ദാറ്റ് യു ഹാവ് ടു ഗിവ് ഇറ്റ് ഈസ് ഫോർ ദ സുപ്രീം കോടതി ഓർഡർ. ദെൻ അവർ മാനുഫാക്ചർ ചെയ്ത് തന്നു. അപ്പോൾ ആ ഡിലേസ് ഒരു 1.5 സെക്കൻഡ് ഡിലേ, 2 സെക്കൻഡ് ഡിലേ, 3 സെക്കൻഡ് ഡിലേ, അങ്ങനെ ഓരോ ഡിലേയിലാണ് നമ്മൾ വെച്ചിരുന്നത്. എന്നിട്ട് ഈ പില്ലേഴ്സ് എല്ലാം നമ്മൾ ഹോൾ ഇട്ടിട്ട് അതിനകത്ത് വെടിമരുന്ന് വെക്കുന്ന ഓരോന്നിലും വെച്ച് 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 കുറച്ചാണോ അത് ഒരു അല്ല, അത് ഈ ഇതിനകത്തെല്ലാം ഒരു പ്രത്യേക ക്വാണ്ടിറ്റിയിലുള്ള കാട്രിഡ്ജസ് ആണ് വെക്കുന്നത്. 125 ഗ്രാംസിന്റെ കാട്രിഡ്ജസ് വെക്കും. എന്നിട്ട് അതിലേക്ക് ഈ ഡിറ്റനേറ്റർ എലിമെന്റ് കണക്ട് ചെയ്യും. അത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ഡ്രില്ല് ചെയ്തിട്ട് ഹോളിനകത്തോട്ട് മരുന്ന് കാട്രിഡ്ജ് കയറ്റിയിട്ട് അതിനകത്തേക്ക് വയേർഡായിട്ട് പോകും. ഈ പില്ലേഴ്സിലും എല്ലാം തന്നെ, കോളംസിലും പില്ലേഴ്സിലും എല്ലാം തന്നെ നമ്മൾ നെറ്റ് വെച്ച് മറച്ചു. അതായത് ഇത് പൊട്ടിയാൽ പോലും തെറിച്ചു പോകാതിരിക്കാൻ. ഏറ്റവും രസകരമായിട്ട് ഇതിനെ, അതൊരു കലയാണ്, ദാറ്റ്സ് ഓൾസോ ആൻ ആർട്ട്. അപ്പോൾ അത് ഓരോന്നും അതും നമ്മൾ ശ്രദ്ധിച്ചു. അത് ഒരു കാരണവശാൽ അത് എൻവയോൺമെന്റിന് ദോഷകരമാകാത്ത രീതിയിലുള്ള ഡബിൾ നെറ്റ്, ചിലയിടത്ത് 4 നെറ്റ്സ് വി ഹാവ് കവേർഡ്. ബിക്കോസ് ചില വീടുകൾ 20 മീറ്റർ അകലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാ ദിവസവും ചെല്ലുമ്പോൾ അവിടെ സമരങ്ങള്, പ്രകടനങ്ങള്, ഗോ ബാക്ക് എല്ലാം കേൾക്കാം നമുക്ക്. പക്ഷെ നമ്മൾ രാവിലെ 8 മണിക്ക് വരുന്നു, ഈ 16 നിലയും കയറി ഇറങ്ങും. അത് എന്നിട്ട് ഓരോ ദിവസവും ഞാനും എൻ്റെ ടീം ഓഫ് 3 ഓഫീസേഴ്സ്, ബാക്കിയുള്ളവർക്കും റെസ്പോൺസിബിലിറ്റി കുറവാണ്. ഞങ്ങളെ സംബന്ധിച്ചൊരു എക്സ്പ്ലോസീവ് ഉപയോഗിക്കുന്നതാണ്. ഇപ്പം അതിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ ഒരാളുടെ ദേഹത്ത് ഇത് വീണു, അല്ലെങ്കിൽ ഒരു വീട്, അറിയോ, എനിക്ക് 169 വക്കീൽ നോട്ടീസ് ഉണ്ടായിരുന്നു എൻ്റെ പേരിൽ. അപ്പോൾ ഓരോ ദിവസവും ഈ ഒറ്റ മരട് ഡിമോളിഷന് 169 വക്കീൽ നോട്ടീസ്. ആസ് ദി ഡെപ്യൂട്ടി ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ്സ് ഐ വാസ് ഗെറ്റിംഗ് ഇറ്റ്. ആ നോട്ടീസ് ഓരോ ദിവസം വരുമ്പോൾ എൻ്റെ PA ലേഡി വന്നിട്ട് കരയും. അവര് ഇത് കണ്ടിട്ട് പേടിച്ചിട്ട്, ഇങ്ങനെ ഇത്രയധികം നോട്ടീസ് വരുന്നു, സാർ എന്താ ചെയ്യുക
ഞാൻ പറയും അത് ഫയൽ ചെയ്തോളൂ, ഫയൽ ചെയ്തോളൂ എന്ന് പറയും. അത്രമാത്രം ടെൻഷനസ് ഡേയ്സാണ് നമുക്ക് വരുന്നത്. കാരണം ഒരു പരാജയം പറ്റി, അതല്ലെങ്കിൽ ആ ഒരു വീടിൻ്റെ എന്തെങ്കിലും പൊളിഞ്ഞു, അല്ലെങ്കിൽ ഒരു കല്ല് അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ്റെ ദേഹത്ത് പോലും പറ്റി. കാരണം സേഫ്റ്റി സോൺസിൽ പോലീസുകാരാണ് നിൽക്കുന്നത്, അവരുടെ ദേഹത്ത് പോയാൽ. അപ്പോൾ ഓരോന്നും നെറ്റിങ് അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട. അത് ഓരോ ദിവസവും എൻ്റെ ഒരു ഓഫീസർ വേറെ അടുത്താണെങ്കിൽ നമ്മൾ പറയും സീ ദാറ്റ് ദിസ് ഫുള്ളി കവേർഡ് പാർട്ടീഷ്യൻസ്, ഒരു കല്ല് പോലും തെറിക്കരുത്. തിക്ക് നെറ്റ് ആയിരുന്നു, ഡബിൾ ബോണ്ടഡ് ഒക്കെ ആയിരുന്നു. അത് ഓരോ പില്ലറിലും കവർ ചെയ്ത് പോവും. പിന്നെ അതിന്റെ ഓരോ അത് ടെക്സ്ചേഴ്സ് തുണികളായിരുന്നു, തുണികളായിട്ടുള്ള ഫൈനൈറ്റ് ടെക്സ്ചേഴ്സ് ആയിരുന്നു. അത് പെറ്റ് ബോട്ടിൽസിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നതായിരുന്നു, പഴയ ബോട്ടിലുകളിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നത്. അത് കിട്ടാനൊക്കെ ആ സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതൊക്കെ അവര് ആ ടീം ഈസ് വെരി ഗുഡ്. ദാറ്റ് സൗത്ത് ആഫ്രിക്കൻ ടീം ഈസ് എക്സ്ട്രീംലി ഗുഡ്. ദേ ഹാവ് ഡൺ ബിൽഡിങ്സ് നേരത്തെ. നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് ബിൽഡിംഗ് ആണ്. അപ്പം വളരെയധികം ബുദ്ധിമുട്ടുണ്ടായ ചില നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലയിടത്തും. അപ്പോൾ ഈ രാവിലെ നമ്മൾ 7 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, ഇവിടെ വരും, ഓരോ ഫ്ലാറ്റിലും കയറി ഇറങ്ങും. 16 നില, 82 കിലോ ഉണ്ടായിരുന്നു, ഞാൻ 76 ചെയ്ത് കഴിഞ്ഞപ്പോൾ. ബിക്കോസ് വി ഹാവ് ടു ക്ലൈംബ് എവറി ഡേ ദ സ്റ്റെപ്സ് ആൻഡ് സീ ദാറ്റ് വൺ. എന്നിട്ട് ഈ ഡ്രില്ല് ചെയ്യുമ്പോൾ അവരോട് ഞങ്ങൾക്കും പുതിയൊരു അനുഭവമാണ്. വി ആർ സ്റ്റഡിയിങ് ഇറ്റ്. അപ്പം നമ്മൾ ഓരോ റെഫറൻസ് ബുക്സുകൾ നോക്കും, നെറ്റ് നോക്കും, പഴയത് ചെയ്തതിനെ കുറിച്ച് പറയും. പിന്നെ എമർജൻസി പ്ലാനിങ് എല്ലാം തയ്യാറാക്കി. അവർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്തു, അത് വെരിഫൈ ചെയ്തു. അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അവരെ വിളിക്കും ഓഫീസിൽ. രാത്രി 11 മണിക്കൊക്കെ ഓഫീസിൽ നിന്ന് പോവുക ആ ദിവസങ്ങളിൽ. കാരണം ചില ചേഞ്ചസ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ബിൽഡിങ്ങിലെ കമ്പിയുടെ സൈസ് വളരെ കുറവായിരുന്നു. 12 mm വേണ്ടടുത്ത് 7 ഉള്ളൂ. അപ്പം അത്ര എക്സ്പ്ലോസീവ് നമുക്ക് വേണ്ട, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലായ. അപ്പോൾ അത് കുറയ്ക്കും. അപ്പൊ അന്നേരം നമുക്ക് ഓരോന്നും മെഷർ ചെയ്ത് പോകണം. അത് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സും അവർ പറയും നമ്മളോട് എത്ര ഉണ്ടെന്നുള്ളത്. അപ്പൊ ഇവരും അത് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അവർ വരും. അവർ വന്നിട്ട് ഞങ്ങൾ ഒരു ടേബിളിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് കാൽക്കുലേഷൻസ് നോക്കും. അപ്പൊ ചിലയിടത്ത് നമ്മൾ 125 കിലോ ഞങ്ങൾ ആദ്യം അലോട്ട് ചെയ്തിരുന്നു. പക്ഷെ നമുക്ക് 38 കിലോയിൽ നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ സാധിച്ചു. അത്രയും വണ്ടി വന്നുള്ളൂ. അതുപോലെ തന്നെ അപ്പോൾ എല്ലാ ദിവസവും ഓഫീസിലിരിക്കുമ്പോൾ ഈ ഫ്ലാറ്റുകളുടെ ഓണർമാര് ഈ കുട്ടിയവർ പലരും വരും. ഇന്നും ഓർമ്മയുള്ള ഒരു അമ്മയും മോളും കൂടെ വന്നിരുന്നു. ഇവരൊക്കെ നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമെന്നാണ്. പൊളിക്കാതിരിക്കാൻ നമുക്കൊന്ന് സുപ്രീം കോടതിന്റെ ഓർഡർ. നമ്മളൊരു ഉദ്യോഗസ്ഥനാണ്. ആസ് എ ഗവൺമെന്റ് സെർവന്റ് ഐ ഹാവ് ടു ഡു മൈ ഡ്യൂട്ടി, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇവരെല്ലാം നമ്മളോട് വന്ന് കരയും, പറയും. അപ്പം നോക്കാം എന്നല്ലാതെ നമ്മൾ ഇല്ലാന്നോ നോ എന്ന് പറയാനൊക്കത്തില്ല. നമ്മൾ മുഖത്ത് നോക്കി എങ്ങനെ പറയാനൊക്കെ. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറയും. നമ്മൾ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മറ്റേ ഗവൺമെന്റിനെ നിങ്ങൾ അവർ സമർപ്പിക്കൂ. നമ്മളിതിൽ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓഫീസർ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എങ്കിലും വളരെ ഏറ്റവും എനിക്ക് തോന്നിയിട്ട് ഒരു ഫ്ലാറ്റിൻ്റെ അടുത്ത് 20 മീറ്റർ അകലെ ഒരു വീടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ചെറുപ്പക്കാരനായ ഒരു മനുഷ്യനുണ്ട്. ഇയാൾ എല്ലാ ദിവസവും എന്നെ വന്ന് കാണും. സാറേ എൻ്റെ വീടിന് എന്തെങ്കിലും സംഭവിക്കുമോ? ആദ്യത്തെ ദിവസങ്ങളിൽ ഞാൻ ഒന്നും മിണ്ടില്ല. ബട്ട് ഇത് കഴിഞ്ഞ് ഒരു ദിവസം ഉള്ളപ്പോൾ അതിൻ്റെ ഒരു തൊട്ട് മുമ്പത്തെ, ഞാൻ അതുവരെ പത്രക്കാരെ ഒന്നും കണ്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ കാണാമെന്ന് പറഞ്ഞു. ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. ഗോഡ്സ് ഗ്രേസ് ഐ ആം ടെല്ലിങ് യു. ഈ പ്ലാനിങ് കഴിഞ്ഞ് ഐ വാസ് വെരി കോൺഫിഡൻറ്റ്. ഗോഡ്സ് ഗ്രേസ് ഐ വാസ് വെരി. ഞാൻ പ്രസിനെ കണ്ടു. യെസ്, ദിസ് ഈസ് ഗോയിങ് ടു ബി എ സേഫ് ബ്ലാസ്റ്റ്. ഐ അഷ്യൂർ യു ദാറ്റ് ദെർ വിൽ നോട്ട് ബി എനി ഇഷ്യൂസ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എന്നിട്ട് ആ പയ്യൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു അടുത്ത ദിവസം, തലേ ദിവസം. ഞാൻ ആ വീട്ടിൽ അന്ന് തന്നെ മാതൃഭൂമിയുടെ ന്യൂസ് ചാനലിൽ നിന്നുള്ള ടീം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ അമ്മ ഓടി വന്നു, ഈ പയ്യൻ്റെ അമ്മ ഒന്ന് കരഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അവരെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മയുടെ വീടിന് ഒരു പോറലും ഉണ്ടാകില്ല. അതെങ്ങനെയാണ് എനിക്ക് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ഞാൻ പറയാണ്. അപ്പോൾ എൻ്റെ അമ്മ അത് TV-യിൽ കാണുന്നുണ്ട്. നീ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പറയാൻ തോന്നുന്നു പറഞ്ഞു. ദാറ്റ് ഈസ് വാട്ട്. അപ്പം ഞാൻ പറയാണ്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ പറയണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായില്ല. ഹോണസ്റ്റ്ലി സേയിങ് ആഫ്റ്റർ ദ ബ്ലാസ്റ്റ് ദാറ്റ് നോട്ട് എ സിംഗിൾ റൂഫ് ടൈൽ ഡിഡ്ന്റ് ബ്ലാസ്റ്റ് ഓഫ്. അവരുടെ എല്ലാ വീടുകളും സുരക്ഷിതമായിരുന്നു. ഒരു വീടിൻ്റെ മാത്രം ഒരു ടൈല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും സുരക്ഷിതമായിട്ട് എനിക്ക് തോന്നിയത് ഈ ബ്ലാസ്റ്റിംഗ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം IOCയുടെ ജനറൽ മാനേജറും അവരുടെ ടീമെല്ലാം കൂടെ കയറി എൻ്റെ ഓഫീസിൽ വരുന്നു.
സാറേ ഞങ്ങളുടെ ഒരു 8 പൈപ്പ് ലൈൻ അതിലേ പോകുന്നുണ്ട്. അയ്യോ. അതിൻ്റെ 20 മീറ്ററുള്ളല്ലേ, ഹോളി ക്രോസിൻ്റെ അടുത്താണ് ആ ഫ്ലാറ്റിൻ്റെ പേര്. ഞാൻ ഞെട്ടിപ്പോയി, കാരണം അത് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പം IOC ജനറൽ മാനേജേഴ്സ് അവരുടെ ടീമെല്ലാം വന്നിരിക്കുക, രാവിലെ തൊട്ട് വന്നിരുന്നിട്ട് തന്നെ അപ്ലൈന്. ഐ സെഡ് സി വി ഹാവ് ടു സേവ് ഇറ്റ്, ഓക്കെ. എന്നിട്ട് നമ്മൾ റെഫറൻസ് എല്ലാം നോക്കി പലയിടത്ത് എങ്ങനെ ചെയ്തു. ഏറ്റവും ഒടുവിൽ ഐ ടോൾഡ് ദം ടു പുട്ട് അപ്പ് സാക്സ് ഓഫ് സാൻഡ് ഓവർ ഇറ്റ്. മണൽ ചാക്കുകൾ വിരിക്കാൻ പറഞ്ഞു. അങ്ങനെ 6 നിലയിലുള്ള മണൽ ചാക്കുകൾ ഇതിൻ്റെ മുകളിൽ, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് അറൗണ്ട് 1 കിലോമീറ്റർ. ആ 1 കിലോമീറ്ററിൻ്റെ അതിന് മുകളിൽ ഈ ഹോളി ക്രോസ് എന്ന് പറഞ്ഞ ആ ഫ്ലാറ്റിൻ്റെ മുന്നിൽ നമ്മൾ ഈ 6 മീറ്ററിൽ ഇതൊന്നും ആരും അറിയുന്നില്ല. കാരണം നമ്മൾ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ദിവസങ്ങളിൽ. അത്രമാത്രം ടെൻഷനസ് ഡേയ്സ് ആയിരുന്നു. ഞാൻ എൻ്റെ വൈഫിനോട് അത് ആഴ്ചയിലൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. ഞാൻ രാത്രി 11 മണിക്ക് ചെല്ലുന്ന രാവിലെ ഇറങ്ങിപ്പോകുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല. ബിക്കോസ് വി ആർ ടെൻഷനസ് ഡേയ്സ് ആയിരുന്നത്. ഈ ദിവസം ഓർക്കാൻ പോലും ഒക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചെല്ലുന്നത്. കാരണം എന്തെങ്കിലും ഒരു അപകടം തിരിഞ്ഞ് ഫാമിലിയൊക്കെ ചോദിക്കും, എന്തിനിത് എടുക്കാൻ പോകുന്നു, ഇതൊക്കെ ലെറ്റ് ദ അതേഴ്സ് ഡു ഇറ്റ് എന്നുള്ളത്. പക്ഷേ എക്സ്പ്ലോസീവ്സ് ആണ് ഉപയോഗിക്കുന്നത്. എക്സ്പ്ലോസീവ്സ് റെഗുലേറ്റഡ് ബൈ പെസോ ഹാസ് ടു ആൻസർ ഫോർ ദാറ്റ്. We have to be responsible. We are a responsible citizen of the country. We have to be obey by the rules and regulations. We have to be answerable for what we are doing. അന്ന് രാവിലെ ഞാൻ ഇറങ്ങി പോരുമ്പോഴും വൈഫിനെ ഇങ്ങനെ നോക്കിയ പോലും ഇല്ല. We come back. ഫസ്റ്റ് അപ്പോൾ അവിടെ ചെന്നു. വേറെ ബിൽഡിംഗിലായിരുന്നില്ലേ എന്നിട്ടല്ലേ ഓപ്പറേറ്റ് ചെയ്തത്? ഒരു കൺട്രോൾ റൂം ഉണ്ടായിരുന്നു. ആ കൺട്രോൾ റൂമിൽ ഇരിക്കുമ്പോൾ കാണാം എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്ററുകൾ അതിന് ചുറ്റും നടക്കുന്നു. അപ്പോൾ അപ്പോഴും നമുക്കൊരു അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പോലീസുമായിട്ട് സംസാരിക്കുന്നു. വി ആർ ടെല്ലിങ് ദം ടു സീ ദാറ്റ് ദ ഫോഴ്സ് ഹെലികോപ്റ്റർ ഷുഡ് മൂവ്. പിന്നെ അവരിത് കാണാമെന്ന്. ഓ അത് ശരി. സേഫ്റ്റി പ്രിക്കോഷൻ പരിപാടി. ഫ്ലൈയിങ് ഉണ്ട് ടൈമാണ് ഫ്ലൈയിങ് അവർ ചെയ്യുന്ന അവരുടെ. അപ്പോൾ അവരത് സേഫ്റ്റി പ്രിക്കോഷൻ വി ഹാവ് ടു മൂവ് ഔട്ട്. അവർ മൂവ് ചെയ്ത് പോയി. അപ്പോൾ അവർ ഡിലേ വന്നു. പ്രത്യേകിച്ച് ജനങ്ങൾ അവിടെ നോക്കി എല്ലാവരും സ്ക്രൂ ടു ദ ടെലിവിഷനിലായിട്ട് നോക്കിയിരിക്കുകയാണ്. ദേ ആർ ലുക്കിംഗ് അറ്റ് ദ ടെലിവിഷൻ. സോ ദെൻ വി സെഡ് സ്റ്റാർട്ട് 1 2 3 4 5 10 തുടങ്ങും ഞങ്ങൾ. 1 സ്റ്റാർട്ട് പെർമിഷൻസ് ആർ ഗിവൺ and the blast has occurred and we are seeing it and it went to the footprint. നമ്മൾ വിചാരിച്ച ഫുട് പ്രിന്റിലേക്ക് അത് എത്തുകയുണ്ടായിരുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ട് തോന്നി, വളരെ അഭിമാനകരമായിട്ട് തോന്നി. എന്നിട്ട് ഞാൻ നേരെ ആ സൈറ്റിലേക്ക് പോകുമായിരുന്നു. അവിടെ ചെന്ന് എല്ലാവരെയും കണ്ടു. അവരെ പാലം നോക്കി. അല്ല, ഫസ്റ്റ് ഞങ്ങൾ ഇതായിരുന്നു ഈ പെട്രോളിയം പൈപ്പ് ലൈൻ്റെ ഒറ്റ പ്രശ്നമില്ല. ഇറ്റ് ഈസ് പെർഫെക്റ്റ് ബ്ലാസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയി, ഇതൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അന്ന് ഗോഡ്സ് ഗ്രേസ് ടച്ച് വുഡ് ഐ വിൽ ടെൽ യു ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്ലാറ്റ്. ആ ഹോളി ക്രോസിൻ്റെ ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ദിവസമാണ് മറ്റേത് വരുന്നത്. ആ അടുത്ത അവിടെയാണ് കൊച്ചുകുട്ടികളുടെ ഒരു ഇതുണ്ടല്ലോ, അംഗൻവാടി. റൈറ്റ്. ഒരു അംഗൻവാടി ഉണ്ടായിരുന്നു. അവിടുത്തെ ടീച്ചർമാർ ഞങ്ങളെ വന്ന് കണ്ടിരുന്നു. അവരുടെ അംഗൻവാടിയുടെ തൊട്ടടുത്തൊരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, ഗോൾഡൻ കായലോരം, ആ ഫ്ലാറ്റിൻ്റെ പേര്. ഓക്കെ, ആ ഗോൾഡൻ കായലത്തിന് 20 മീറ്റേഴ്സിലാണ്. അപ്പോൾ അതെനിക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മൾ പൊളിക്കില്ല എന്ന് പറഞ്ഞു. അവിടെയാണ് ഏറ്റവും കുറവ് എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അത് ഞങ്ങൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 125 കിലോഗ്രാം ആയിരുന്നു. അത് ഞങ്ങൾ 20 കിലോയ്ക്ക് കണ്ട് പൊട്ടിച്ചു. അതിൻ്റെ പൊട്ടിക്കണം, അതിന് നമ്മൾ പോകണമെന്നല്ല ഞങ്ങളുടെ ഒരു വലിയ. അപ്പോൾ അതിന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്നത്തെ ഫോറിൻ ടീം എൻ്റെ അടുക്ക വന്നിരുന്നിട്ട് വി കാൽക്കുലേറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ദാറ്റ് കാൽക്കുലേഷൻസ്. ഒത്തിരി നമ്മൾ ബ്രെയിൻ സ്ട്രോമിങ് ചെയ്തു ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. വി പ്രൊവൈഡഡ് എ ഫുൾ ഫെൻസിങ് ഓഫ് ദി അംഗൻവാടി. ആ ഫോട്ടോ ഉണ്ട്, ഞാനും അവരോട് ഞങ്ങൾ അതിൻ്റെ മുന്നേ നിൽക്കുന്ന. ദാറ്റ് സ്റ്റിൽ വിവിഡ് ഇൻ അവർ മെമ്മറീസ്. എൻ്റെ ടീമും ഈ ഫോറിനേഴ്സും ഞങ്ങൾ തംസ് അപ്പ് പറയുന്നത്. ദാറ്റ് ഈസ് അതിനെ ഞങ്ങൾ സേവ് ചെയ്തു. വി സേവ് ദാറ്റ് അംഗൻവാടി. നോട്ട് എ സിംഗിൾ ക്രാക്ക് വാസ് ഇൻ ദാറ്റ് അംഗൻവാടി. അത് ഞാൻ പറഞ്ഞ 125 കാൽക്കുലേറ്റ് ചെയ്തത് വെറും 25ലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു ആ കാൽക്കുലേഷനിൽ. ഞാനതൊരു അതിൻ്റെ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. ഹൗ ഒരു നല്ല ആർട്ടിക്കിൾ ഞാൻ പബ്ലിഷ്ഡ് ഇറ്റ് ഈ മൈനിങ് ജേർണലിൽ പബ്ലിഷ് ചെയ്തു. അതുമല്ല, ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു എത്ര മണ്ണ്, എത്ര ഈ ടോട്ടൽ ഈ 5 ഫ്ലാറ്റുകളിൽ എത്ര വരുമെന്നൊക്കെ. അബ്സൊല്യൂട്ട്ലി കറക്റ്റ് ആയിരുന്നു ഞങ്ങളുടെ കാൽക്കുലേഷൻ. അതിൽ നിന്ന് കുറച്ച് കൂടി. ബട്ട് ദാറ്റ് വാസ് വൺ ഓഫ് ദി ചാലഞ്ചിങ് ഇൻ ലൈഫ്.
I don't feel proud of that because ട്രയൽ നോക്കാൻ പറ്റില്ലല്ലോ അല്ലേ? ഇതിൽ ട്രയലൊന്നും ഇല്ലല്ലോ. എക്സ്പ്ലോസീവ്സിന്റെ ബാച്ച് വന്നപ്പം ഐ ഹാവ് വി ഡിഡ് എ സ്മോൾ ബ്ലാസ്റ്റ് ആൻഡ് സീ വെദർ ദ എക്സ്പ്ലോസീവ്സ് ആർ ഓഫ് ഗുഡ് ക്വാളിറ്റി. അത് ഞങ്ങൾ ലാബ് പോലെ ടെസ്റ്റ് ചെയ്തു. ബട്ട് altogether I will tell you it was wonderful, one of the wonderful, the best work we have done. But I am not proud of it because it is a destruction.